സജോ ദേവസിയുണ്ട്. സജോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ BDJS NDA വിടുമെന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അന്ന് BDJS നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സ്ഥിതി മാറി. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ശരത്ത് സൂചിപ്പിച്ചതുപോലെ ചില സൂചനകൾ നൽകുന്നതായിരുന്നു. എന്താണ് BDJS ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? വിനീത, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ UDF ക്യാമ്പിൽ നിന്നാണ് ആദ്യം മുന്നണി വിപുലീകരണത്തിന്റെ ചർച്ചകൾ, സൂചനകൾ ഒക്കെ ഉയർന്നു വന്നത്. അത് പക്ഷേ അതിനേക്കാൾ മുൻപ് LDFൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായ തിരിച്ചടിയാണ് BDJS നേരിട്ടത്. 300-ലധികം സീറ്റുകളിൽ മത്സരിച്ച BDJSന് വിരലിലെണ്ണാവുന്ന സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. BJP വലിയ അവഗണന BDJSനോട് കാട്ടുന്നുവെന്ന വികാരം BDJS നേതൃത്വത്തിലെ വലിയൊരു വിഭാഗത്തിന് ശക്തമായി തന്നെയുണ്ട്. എല്ലാ കാലത്തും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈഴവ ജനസമൂഹം ശ്രീനാരായണീയരാണ് ഇടതുപക്ഷത്തിന്റെ വലിയ വോട്ട് ബാങ്കായി പ്രവർത്തിച്ചത്. അവരെ NDAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ ഒരു അകൽച്ച മാറ്റുന്നതിനുള്ള ഒരു ഘടകമായി മാത്രം BJP BDJSനെ കണ്ടിട്ടുള്ളൂ എന്ന നിലയ്ക്കുള്ളൊരു വികാരമുണ്ട്. അതുകൊണ്ട് മുന്നണി മാറ്റം ആവശ്യമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുത്താലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുത്താലും ഇടതു മുന്നണിയിൽ നിന്ന് ചോർന്ന ശ്രീനാരായണീയ വോട്ടുകളെ തിരിച്ചെത്തിക്കണം എന്ന് LDFന് വലിയ ആഗ്രഹമുണ്ട്. അതിന് BDJS വരികയാണെങ്കിൽ വരട്ടെ എന്നൊരു താല്പര്യമുണ്ട്. 23-ാം തീയതി BDJSന്റെ നേതൃയോഗം നടക്കുകയാണ്. ഈ വിഷയം സജീവ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു മുന്നണി മാറ്റത്തിനുള്ള അരങ്ങൊരുങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തിലും ആ സൂചനകൾ വളരെ കൃത്യമായി തന്നെയുണ്ട്. അദ്ദേഹം പറയുന്നത് 10 വർഷം ഈ മുന്നണിയുടെ BJPയുടെ ഒക്കെ പുറകെ നടന്നല്ലോ, എന്ത് കിട്ടി? ഒരു ബോർഡ് കോർപ്പറേഷനിൽ പോലും കാര്യമായ പരിഗണന കിട്ടിയില്ല. ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഒരു ബോർഡ് കോർപ്പറേഷന്റെ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള നാമനിർദ്ദേശം വരും എന്ന മട്ടിൽ ആ ഘട്ടത്തിൽ കരുതിയിരുന്നു. അതുപോലും ലഭ്യമായില്ല എന്ന വികാരം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് BDJS അദ്ദേഹം അതും കടത്തിപ്പറയുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി, അതായത് ഈഴവർ നിൽക്കുമ്പോൾ സവർണർ വോട്ട് ചെയ്തില്ല, അത്ര വലിയ അവഗണന ഉണ്ടാകുന്നു. അതായത് അവർ മത്സരിച്ച പ്രധാനപ്പെട്ട ജില്ലകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ വലിയ തോൽവിയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം രണ്ട് രീതിയിലാണ് BDJS അകത്തുനിന്ന് വിവരം ലഭ്യമാകുന്നത്. ഒന്ന്, സമ്മർദ്ദത്തിന്റെ രൂപത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, മുന്നണി മാറ്റം തന്നെ എന്ന നിലപാടുള്ള കുറേയധികം നേതാക്കൾ BDJSലുണ്ട്. അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. 23 നടക്കുന്ന നേതൃയോഗം നിർണായകമാണ്. ശരി, അർജുൻ കല്യാട് കൂടിയുണ്ട്. അർജുൻ, ഈഴവ വോട്ടുകൾ തിരിച്ചുപിടിക്കുക എന്നത് പ്രധാനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BDJSനെ മുന്നണിയിൽ എത്തിച്ച് അത് സാധ്യമാകുമെന്നതാണോ ഇടത് ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ? വിനീത, തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശം ഉൾപ്പെടെ ഇടതുമുന്നണി കാണുന്നത്. കാരണം നഷ്ടമായിട്ടുള്ള വോട്ടുകൾ അത് തിരികെ ഇടത് ക്യാമ്പിൽ എത്തിച്ചാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇടതുപക്ഷത്തിലെ ചില നേതാക്കളെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുന്നണി വിപുലീകരണം, പ്രധാനമായും BDJS പോലുള്ള വളരെ സ്വാധീനമുള്ള ഒരു സംഘടന വരികയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്തായാലും ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നേതാക്കൾ തിരിച്ചറിയുന്നുമുണ്ട്. പ്രധാനമായും ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തിൽ BDJS എത്രമാത്രം അസംതൃപ്തരാണ് NDA മുന്നണിയിലുള്ളത് എന്നത് വ്യക്തമാണ്. ഇടതുപക്ഷത്തേക്ക് ചൂണ്ടി തന്നെയാണ് NDA പക്ഷത്തുള്ള അസംതൃപ്തിയെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതിനർത്ഥം കൃത്യമായ രീതിയിൽ ഒരു ദിശാസൂചന തന്നെ അദ്ദേഹം നൽകി എന്നതാണ്. ഏറ്റവും പ്രധാനമായി ഇടതുമുന്നണിയിലുള്ള എല്ലാ പാർട്ടികളും, അതിപ്പോൾ BDJSന്റെ അത്ര പോലും സ്വാധീനമില്ലാത്ത പാർട്ടികൾക്ക് പോലും കൃത്യമായ രീതിയിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടെ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ എല്ലാത്തിലും നൽകിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ അംഗങ്ങളെ പരിഗണിക്കാൻ വേണ്ടി കഴിയുന്ന ബോർഡുകളിൽ കൃത്യമായ രീതിയിൽ ആനുപാതികമായ രീതിയിൽ തന്നെയുള്ള പരിഗണന LDF നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മികച്ച പരിഗണന BDJSന് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം വെള്ളാപ്പള്ളിക്കും അതുപോലെ തന്നെ BDJSന്റെ നേതാക്കളുമുണ്ട്. ആ പ്രതീക്ഷ ഇടതുപക്ഷം കാത്തു സൂക്ഷിക്കുമോ അല്ലെങ്കിൽ ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിൽ BDJSനെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകുന്നില്ല. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉരുണ്ടുകൂടാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിലും കാത്തിരുന്ന് കാണാം. എന്തായാലും BDJSനെ CPMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ സ്വാഗതം ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിലും അത് ചർച്ചയാവുക തന്നെയാണ്. ശരത് SS-ഉം സജോ ദേവസിയും അർജുൻ കല്യാടുമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകിയത്.